ഹായ് കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് നിങ്ങളുടെ വുമൺ വർക്ക് എന്നുള്ള പോയം ഒന്ന് നോക്കാം. പോയത്തിന് മുന്നേ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലേ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് യുവർ മദർ ഡസ് അറ്റ് ഹോം? എന്തൊക്കെയാണ് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക്? വ്യത്യസ്തമായ തരത്തിലുള്ള ജോലികൾ. യുവർ മദർ നിങ്ങളുടെ അമ്മ ഡസ് ചെയ്യുന്നത് അറ്റ് ഹോം, വീട്ടിൽ നിങ്ങളുടെ അമ്മ ഏത് തരത്തിലുള്ള ജോലികളൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഡസ് യുവർ ഫാദർ ഹെൽപ്പ് യുവർ മദർ? നിങ്ങളുടെ അച്ഛൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ വിത്ത് ഡൊമസ്റ്റിക് ചോർസ്? അതായത് വീട്ടിലെ ചെറിയ ചെറിയ പണികൾ ചെയ്തിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഹൂ ഡസ് ദ കുക്കിംഗ്? ആരാണ് ഡസ് ചെയ്യുന്നത് ദ കുക്കിംഗ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഹിയർ ഈസ് എ പോയം, ഇത് ഒരു പോയമാണ്. ഡിസ്ക്രൈബ്സ് ഡിസ്ക്രൈബ്സ് എന്ന് വെച്ചാൽ വിവരിക്കുന്നത് എന്താണ്? വുമൺ അറ്റ് വർക്ക് അല്ലേ, സ്ത്രീകളുടെ ജോലിയാണ് അത് വിവരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് പോയം പറയുകയാണ്, ഐ ഹാവ് ഗോട്ട് ദ ചിൽഡ്രൻ ടു വർക്ക്. ഐ ഹാവ് ഗോട്ട് ദ ചിൽഡ്രൻ, എനിക്ക് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്? എനിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പക്ഷേ പോയറ്റാവാം, അല്ലെങ്കിൽ അതുപോലുള്ളൊരു സ്ത്രീ ആവാം അല്ലേ. അപ്പോൾ അവർ പറയുകയാണ്, എന്നിട്ട് ഐ ഹാവ് ഗോട്ട് ദ ചിൽഡ്രൻ ടു ടെൻറ്റ്. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് എന്ന് വെച്ചാൽ എനിക്കുണ്ട്. ഐ ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാലും എനിക്കുണ്ട് എന്ന് പറയുന്നത് എന്നാണ് അർത്ഥം അല്ലേ. എന്ന് വെച്ചാൽ ഈ ഐ ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞത് ഒരു ഇൻഫോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ബ്രിട്ടീഷ് ലാംഗ്വേജിലൊക്കെ സാധാ കോമൺ ആയിട്ട്. എന്ന് വെച്ചാൽ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അങ്ങനെയൊന്നും ഭാഷയിൽ ശ്രദ്ധിക്കേണ്ടാത്ത നേരത്തൊക്കെ സംസാരിക്കുമ്പോൾ ഉള്ളതാണ് ഇൻഫോർമൽ. അല്ലെങ്കിൽ നമ്മൾ ഒരു ബഹുമാന പുരസ്സരം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വൃത്തിയായിട്ട് സംസാരിക്കേണ്ട ഒരു ആ സമയത്തൊക്കെ അത് ഫോമലാന്ന് പറയാം, ഔപചാരിക എന്ന് പറയാം അല്ലേ. അപ്പോൾ ഐ ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, എനിക്കുണ്ട്. ദ ചിൽഡ്രൻ ടു ടെൻറ്റ്, ചിൽഡ്രൻ എന്ന് വെച്ചാൽ കുട്ടികളോട്, ടു ടെൻറ്റ് എന്താണ്? പരിചരിക്കുക എന്ന് വെച്ചാൽ നോക്കുക അല്ലേ, പരിപാലിക്കുക. അപ്പോൾ എനിക്ക് കുട്ടികളെ പരിപാലിക്കണം. പിന്നെ ദ ക്ലോത്ത്സ് ടു മെൻഡ്, ക്ലോത്ത്സ് എന്താണ്? വസ്ത്രങ്ങൾ. ടു മെൻഡ് എന്ന് വെച്ചാൽ എന്താണ്? കേടുപാട് തീർക്കുക എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ സ്റ്റിച്ചൊക്കെ വിട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ ബട്ടനൊക്കെ പോയിട്ടുണ്ടാകും, അതൊക്കെ ശരിയാക്കി വെക്കണം അല്ലേ. പിന്നെന്താണ്? ദ ഫ്ലോർ ടു മോപ്പ്, ഫ്ലോർ എന്താണ്? നിലം ടു മോപ്പ് എന്താണ്? തുടച്ച് വൃത്തിയാക്കുക, അത് ചെയ്യണം. പിന്നെ ദ ഫുഡ് ടു ഷോപ്പ്, ഫുഡ് ഭക്ഷണം. ടു ഷോപ്പ് എന്ന് വെച്ചാൽ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് വെച്ചാൽ അത് മേടിച്ച് കൊണ്ടുവരണം. പിന്നെ എന്നിട്ട് ദ ചിക്കൻ ടു ഫ്രൈ, അതായത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യണം അല്ലേ. പിന്നെ ദ ബേബി ടു ഡ്രൈ, ഇത് ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കുക. ബേബി കൊച്ചു കുഞ്ഞാണ് അല്ലേ, അതിനെ ഡ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ കുളിപ്പിച്ച് തോർത്തുക അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കുക, അങ്ങനത്തെ പണിയൊക്കെ ചെയ്യണം അല്ലേ. പിന്നെ ഐ ഗോട്ട് കമ്പനി ടു ഫീഡ്, എനിക്ക് പിന്നെ അതിഥികളെയും കിട്ടാറുണ്ടല്ലേ. എന്ന് വെച്ചാൽ അതിഥികളും ഉണ്ടാവാറുണ്ട്. കമ്പനി ഒരു പക്ഷേ കമ്പനിയാകാം, അല്ലെങ്കിൽ കൂട്ടുകാരാകാം. അവരൊക്കെ വീട്ടിൽ വരുമ്പോൾ അതിഥികളാണല്ലേ. അപ്പോൾ ടു ഫീഡ്, അവരെ ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ സൽക്കരിക്കണം, ഫുഡൊക്കെ കൊടുത്തിട്ട് സൽക്കരിക്കണം അല്ലേ. പിന്നെ ദ ഗാർഡൻ ടു വീട്, ഗാർഡൻ എന്താണ്? പൂന്തോട്ടമാണ് അല്ലേ. വീട് അതായത് കളപ്പുല്ലുകളൊക്കെ പിഴുത് കളയണം, അതാണ് പറയുന്നത്. അതായത് അനാവശ്യമായിട്ട് പൂന്തോട്ടത്തിലൊക്കെ വരുന്ന പുല്ലുകളും അതിനെയൊക്കെ പറിച്ച് കളഞ്ഞ് പൂന്തോട്ടമൊക്കെ ഭംഗിയാക്കണം. പിന്നെ ഐ ഹാവ് ഗോട്ട് ഷർട്ട്സ് ടു പ്രസ്, ഇതേപോലെ തന്നെ ഷർട്ട്സ്, എനിക്ക് ഷർട്ട്സ് ഉണ്ടാവും. ടു പ്രസ്, ഷർട്ട്സൊക്കെ തേക്കണം, അതെ. പ്രസ് എന്ന് വെച്ചാൽ അയൺ ചെയ്യണം അല്ലേ. പിന്നെ ദ ടോട്ട്സ് എന്താണ്? കുഞ്ഞുങ്ങൾ ടു ഡ്രസ്സ്, അവരെ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം അല്ലേ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് തന്നെയൊന്നും അവർ ചെയ്യില്ല അല്ലേ, അവർക്ക് ഹെൽപ്പ് വേണം. അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്ത് കൊടുക്കണം അല്ലേ. പിന്നെ എന്താണ്? ദ ക്യാൻ ടു ബി കട്ട്, ഇവിടെ കെൻ എന്ന് പറയുമ്പോൾ ഷുഗർ കെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഷുഗർ കെയിൻ എന്ന് വെച്ചാൽ കരിമ്പാണ് അല്ലേ. അത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വിളവെടുപ്പായിരിക്കും അല്ലേ. ഒന്നുമില്ലെങ്കിൽ ഇവരുടെ തന്നെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ കൃഷിയൊക്കെ ആകാം അപ്പോൾ അത് ആ സമയാസമയങ്ങളിൽ കട്ട് ചെയ്ത് ബണ്ടിലൊക്കെ ആക്കണം അല്ലേ. ആ പണി ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലേ. പിന്നെ ഐ ഗോട്ട് അറ്റ് ക്ലീൻ അപ്പ് ദിസ് ഹട്ട്, ഗോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്?
ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. ഹാവ് ടു എന്ന് പറഞ്ഞാൽ വേണം, മസ്റ്റാണ് അവിടെ, എനിക്ക് അത് ചെയ്യേണ്ടതുണ്ട്. ഹാവ് ടു ആ അർത്ഥം തന്നെയാണ് ഗോട്ട് ടു എന്നിനും വരുന്നതിന്. ആ ഗോട്ട് ടു എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഗോട്ട. അപ്പോൾ എനിക്ക് ഐ ഗോട്ട ക്ലീൻ അപ്പ് ദിസ് ഹട്ട്, എനിക്ക് ഈ ഹട്ട്, അപ്പോൾ ഇവിടെ അതിൻ്റെ കുടിലാണ് പറയുന്നത്, എൻ്റെ ഈ കുടിൽ എനിക്ക് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ പാവപ്പെട്ടവരാണല്ലേ. അപ്പോൾ ഒരു പക്ഷേ ഈ പണികളൊക്കെ ഈ മറ്റ് ഏണിങ്ങൊന്നും ഇല്ലാത്തവരാണെന്ന് വെച്ചാലല്ലേ, വീട്ടിലേക്ക് സമ്പാദിച്ച് കൊണ്ടുപോകാനും പൈസ പണിയെടുത്ത് വരാനൊന്നും ആളില്ലാത്ത ആ ഒരു അമ്മയാണെന്ന് വെച്ചാൽ അവർ പുറത്ത് പോയിട്ട് ഇതേ പണികളൊക്കെ ചെയ്ത് വരുമാനത്തിന് വേണ്ടി ചെയ്യേണ്ടി വരില്ലേ, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ പിന്നെന്താണ് പറയുന്നത്, ദെൻ സീ എബൌട്ട് ദ സിക്ക്. ദെൻ സീ എന്ന് വെച്ചാൽ എന്താണ്, കാണണം എന്ന് പറയുന്നത്. കാണുക എന്നുള്ള അർത്ഥമല്ലേ. എബൌട്ട് ദ സിക്ക്, എബൌട്ട് എന്ന് വെച്ചാൽ സിക്ക് എന്ന് വെച്ചാൽ രോഗം പിടിച്ച് അസുഖം ബാധിച്ചവരെ നമ്മൾ കാണണം എന്ന് വെച്ചാൽ എന്താണ്, അവരെ ശ്രദ്ധിക്കണം അല്ലേ, അവരെ പരിപാലിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലേ. വീട്ടിലൊക്കെ അസുഖമായ ഇത്രയും പണികളൊക്കെ ഉള്ളിടത്ത് അസുഖം കൂടി വന്നിട്ടുണ്ടെന്ന് അവരെ ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോകേണ്ടി വരില്ലേ. പിന്നെന്താണ്, മരുന്ന് നേരങ്ങളിൽ കൊടുക്കണം, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരില്ലേ, എഴുന്നേൽക്കാനും കിടക്കാനൊക്കെ. അതുമല്ലെങ്കിലോ ഒരു പക്ഷേ നമ്മൾക്ക് ഇനി ഒരു അസുഖം നമ്മളെ ബന്ധുക്കളോ മറ്റുള്ളവരോ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പുറത്തും പോയി ആസ്പത്രിയിലൊക്കെ ഒന്ന് പോയി കാണാനല്ലേ, ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യുവാനുള്ളതല്ലേ. അതൊക്കെ നമുക്കറിയാമല്ലേ. എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ വീട്ടിലെ അമ്മമാരാണ് ചെയ്യാല്ലേ, സ്ത്രീകളാണ് ചെയ്യാല്ലേ. അതാണ് പറയുന്നത്. പിന്നെ എൻ്റെ കോട്ടൺ ടു പിക്ക്, കോട്ടൺ എന്താണ്, പരുത്തി കായ പറിക്കുക എന്നാണ് പറയുന്നത്. കോട്ടൺ എന്ന് വെച്ചാൽ അത് പരുത്തിക്കായയാണ് അല്ലേ, പഞ്ഞി തരുന്ന കായ. അപ്പോൾ അതും ഒരു കൾട്ടിവേഷനാണ്. അപ്പോൾ അതും ചെയ്യണമെന്ന് വെച്ചാൽ ഈ പണിയൊക്കെ എനിക്കുള്ളതാണ്, അത് ഞാൻ ചെയ്തേ തീരൂ. പിന്നെ അപ്പോൾ എന്താണ് പറയുന്നത്, ഷൈൻ ഓൺ മീ. അപ്പോൾ ഒരു റെസ്റ്റും ഇല്ല അല്ലേ. അത് മാറ്റി വയ്ക്കാനും പറ്റില്ല, ചെയ്യാൻ വേറെ ആരും വരില്ല. അത് മറ്റുള്ളവർക്ക് അതൊന്നും ഒരു കാഴ്ചപ്പാടിൽ കാണില്ല, അത് വീട്ടുകാരായാലും അതൊന്നും ശ്രദ്ധിക്കുമില്ല. കാരണം അതൊരു ഡെയിലി റൂട്ടീനാണ്, എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചെയ്യുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടോ മറ്റോ ഒന്നും അത് ഇവർ ചിന്തിക്കാനേ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ്, ഷൈൻ ഓൺ മീ, എൻ്റെ നേരെ പ്രകാശിക്കൂ സൺഷൈൻ. അപ്പോൾ ഈ അമ്മയ്ക്ക് ആകെ ആശ്വാസാരാണ്, പ്രകൃതിയോടാണല്ലേ. ആ പ്രകൃതിയാണ് ഈ അമ്മയെ കാണുന്നത്, സ്ത്രീയെ കാണുന്നത്, അവളുടെ വർക്കിലും അവളുടെ ആ ബുദ്ധിമുട്ടിലൊക്കെ കാണുന്നത് അല്ലേ. അപ്പോൾ അത് മറ്റുള്ളവർ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇല്ലെങ്കിലും പ്രകൃതിയൊക്കെ അറിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഷൈൻ ഓൺ മീ, എൻ്റെ നേരെ പ്രകാശിക്കൂ സൺഷൈൻ, സൂര്യപ്രകാശമേ എൻ്റെ നേരെ പ്രകാശിക്കൂ, അല്ലെങ്കിൽ എന്നിലേക്ക് വെളിച്ചം വീശൂ എന്ന് പറയാണ്. എൻ്റെ നേരെ നിൻ്റെ വെളിച്ചം തട്ടട്ടെ എന്ന് പറയാണ് അല്ലേ. പിന്നെ റെയിൻ ഓൺ മീ, റെയിൻ, മഴയെ, നിൻ്റെ മഴത്തുള്ളികൾ എൻ്റെ മേലെ പൊഴിക്കൂ, എൻ്റെ മേലെ പതിപ്പിക്കൂ എന്ന് പറയുകയാണല്ലേ. പിന്നെന്താണ്, ഫോൾ സോഫ്റ്റ്ലി, അതായത് ഫോൾ എന്ന് വെച്ചാൽ വീഴുക അല്ലേ. സോഫ്റ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്, മൃദുവായി പതുക്കെ വീഴുക. ഡ്യൂ ഡ്രോപ്സ് എന്ന് വെച്ചാൽ മഞ്ഞുതുള്ളികൾ അല്ലേ. മഞ്ഞുതുള്ളികളോട് പറയുകയാണല്ലേ. അവരെയൊക്കെ സ്വന്തക്കാരായിട്ടാണ് ഇവിടെ ആ വുമൺ കാണുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ മേലെ നിങ്ങൾക്ക് ആശ്വാസം ചൊരിയൂ എന്ന് പറയണം. ഫാൾ സോഫ്റ്റ്ലി, മഞ്ഞുതുള്ളികൾ എൻ്റെ മേലെ വീഴൂ, എൻ്റെ മേലെ പതിക്കൂ, എൻ്റെ മേലെ പൊഴിയൂ, നിങ്ങളുടെ തുള്ളികൾ എൻ്റെ മേലെ ആകട്ടെ എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ ആൻഡ് കൂൾ മൈ ബ്രോ എഗെയിൻ, ഇവിടെ ബ്രോ എന്ന് പറയുന്നത് എന്താണ്, ഐബ്രോ ആണല്ലേ. ഐബ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, അവളെ നെറ്റിത്തടം ചൂട് പിടിച്ച എന്ന് വെച്ചാൽ ആ തല അതൊക്കെ ഒന്ന് കൂളാക്കാൻ പറയണല്ലേ. എഗെയിൻ, വീണ്ടും എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പ്രകൃതി എപ്പോഴും അവളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനു മുന്നും അവൾക്ക് ആശ്വാസമായിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ബ്രോ തണുപ്പിക്കാൻ പറയുന്നത് അല്ലേ. കൂൾ മൈ ബ്രോ എഗെയിൻ, വീണ്ടും തണുപ്പിക്കാൻ പറയുന്നത് അല്ലേ. പിന്നെ സ്റ്റോം എന്താണ്, നല്ല ശക്തമായ കാറ്റാണ്, കൊടുങ്കാറ്റാണ് അല്ലേ. ആ ശക്തമായ കാറ്റിനോട് പറയുന്നു, ബ്ലോ മീ, എന്നെ പറത്തിക്കൊണ്ട് പോകൂ, ഫ്രം ഹിയർ, ഇവിടെ നിന്നും, എൻ്റെ ഈ കഷ്ടപ്പാടിൽ നിന്നും എന്നെ പറത്തിക്കൊണ്ട് പോകാൻ പറയണ്. വിത്ത് ഫിയേഴ്സസ്റ്റ് വിൻഡ്, ഫിയേഴ്സസ്റ്റ് എന്താണ് ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയമാണ് അല്ലേ. അതായത് ഭയാനകമായ എന്ന് പറഞ്ഞാൽ എന്താണ്,
അത്രയും ശക്തമായ കാറ്റ് വന്നിട്ട് എന്നെ പറത്തിക്കൊണ്ട് പോകാൻ പറയണല്ലേ. എവിടേക്ക് കൊണ്ടുപോകാൻ പറയണ? ബ്ലോ മീ ഫ്രം ഹിയർ, എന്നെ ഇവിടെ നിന്ന് പറത്തിക്കൊണ്ട് പോകാൻ പറയുന്നത് വിത്ത് ഫിയേഴ്സസ്റ്റ് വിൻഡ്. അത്രയും ശക്തമായ കാറ്റിൻ്റെ കൂടെ എന്നെ പറത്തിക്കൊണ്ട് പോകാൻ പറയുകയാണല്ലേ. പിന്നെ ലെറ്റ് മീ ഫ്ലോട്ട് എക്രോസ് സ്കൈ. അപ്പോൾ പറത്തിക്കൊണ്ട് പോയാൽ എന്താണ്? ഞാൻ ഫ്ലോട്ട് എന്ന് വെച്ചാൽ ഒഴുകട്ടെ. ലെറ്റ് മീ ഫ്ലോട്ട്, ഞാനൊന്ന് ഒഴുകട്ടെ. എക്രോസ് ദ സ്കൈ, ഈ ആകാശത്തിലുടനീളം ഞാനൊന്ന് ഒഴുകി നടക്കട്ടെ എന്ന് പറയണല്ലേ. ഒരുവിധ ഭാരങ്ങളും ഇല്ലാതല്ലേ, ഒന്നിനെക്കുറിച്ചുള്ള ചിന്തയില്ലാതല്ലേ. അത് എത്ര സുഖകരമായൊരവസ്ഥയാണല്ലേ. എപ്പോൾ വരെ? ചിൽ, അതുവരെ. ഐ ക്യാൻ റെസ്റ്റ് അഗെയിൻ, വീണ്ടും എനിക്കൊരു റെസ്റ്റ് കിട്ടുന്നത് വരെ. അതുവരെ പണിയാണല്ലോ. ആ പണിയിൽ നിന്ന് എനിക്ക് തൽക്കാലത്തിന് എന്നെ ഒന്നുകൂടെ ഒന്ന് പറത്തിക്കൊണ്ട് പോകാൻ പറയണേ. ആ ഒരു റെസ്റ്റ് കിട്ടുന്നത് വരെ, ഇപ്പോഴത്തെ ആ ജോലിയിൽ നിന്നും ഒന്ന് മുക്തമാകാനായിട്ട് അല്ലേ എന്നെ ഒന്ന് പറത്തിക്കൊണ്ട് പോകാൻ പറയുകയാണല്ലേ. പിന്നെന്താണ് പറയുന്നത്? ഫാൾ ജെന്റിലി, അതായത് മൃദുവായി വീശു. മൃദുവായി വീഴു എൻ്റെ സ്നോ ഫ്ലേക്സ്. വീഴു എന്ന് വെച്ചാൽ പതിക്കൂ, എൻ്റെ മേലെ പതിക്കൂ. ജെന്റിലി, മൃദുവായി പതിക്കൂ. സ്നോ ഫ്ലേക്സ് എന്താണ്? മഞ്ഞിൻ്റെ കട്ടകൾ, ചെറിയ ആലിപ്പഴം എന്നൊക്കെ പറയണല്ലേ. ചെറിയ ചെറിയ മഞ്ഞ് പാളികൾ, നമുക്കറിയാം അല്ലേ. കൊച്ചു ആ നാട്ടിലൊക്കെ ചെറിയ മഞ്ഞുതുള്ളികൾ പാളികളാവും, അല്ലെങ്കിൽ അത് കട്ടകൾ, കൊച്ചു കല്ലുകൾ പോലെയുള്ള മുത്തുകൾ പോലെയുള്ള സ്നോ ഫ്ലേക്സിനോട് പറയുകയാണ് എൻ്റെ മേലെ ജെന്റിലി, മൃദുവായി വീഴൂ. എന്നിട്ട് കവർ മീ വിത്ത് വൈറ്റ് കോൾഡ് ഐസി കിസസ്. കവർ മീ, എന്നെ പൊതിയൂ. എന്ത് വെച്ച്? വിത്ത് വൈറ്റ്, വെളുത്ത കോൾഡ്, തണുത്ത ഐസി ആയിട്ടുള്ള കിസസ് കൊണ്ട്, അതായത് ചുംബനങ്ങൾ കൊണ്ട്, നിൻ്റെ കിസസ് കൊണ്ട് എന്നെ ഒന്ന് പൊതിയാൻ പറയണ്. ആൻഡ് ലെറ്റ് മീ റെസ്റ്റ്, ഞാൻ റെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ലെറ്റ് മീ റെസ്റ്റ്, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ടു നൈറ്റ്, ഈ രാത്രി ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയുകയാണല്ലേ. ഇനി പിന്നെ എന്താണ് പറയുന്നത്? സൺ, വിളിക്കുകയാണല്ലേ, സംബോധന ചെയ്യുകയാണ്. റെയിൻ, അതായത് സൂര്യനെ വിളിക്കുകയാണ്. റെയിൻ സംബോധനയാണ്, മഴയെ. അതേപോലെ കർവിങ് സ്കൈസ്. കർവിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വക്രമായ ആകൃതിയിലുള്ള, അല്ലെങ്കിൽ വളഞ്ഞ ആകൃതിയിലുള്ള സ്കൈ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ കാണുമ്പോൾ. വളഞ്ഞ ആകാശമല്ലേ, ചക്രവാളം ഒക്കെ വളഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ അത് കർവിങ് സ്കൈ. പിന്നെ എന്താണ്? മൗണ്ടൈൻ എന്ന് വെച്ചാൽ എന്താണ്? പർവ്വതങ്ങളെ. ഓഷൻസ്, സമുദ്രങ്ങളെ. ലീഫ് ആൻഡ് സ്റ്റോൺ, ഇലകളെ, സ്റ്റോൺ. അങ്ങനെ പ്രകൃതിയോട് ആണ് എല്ലാ സ്നേഹമല്ലേ, വേറെ ആരും കാണുന്നൊന്നുമില്ലല്ലേ, അവരാണ് കാണാനുള്ളത് അല്ലേ. പിന്നെന്താണ്? സ്റ്റാർ ഷൈൻ, അതായത് നക്ഷത്രങ്ങളുടെ ആ പ്രകാശമേ. പിന്നെ മൂൺ ഗ്ലോ അല്ലേ, നിലാവ് അല്ലേ, മൂൺ ഗ്ലോ. അതിനെയൊക്കെ വിളിക്കുകയാണ്, അവരെയൊക്കെ വിളിച്ച് പറയാണ്. യു ആർ ഓൾ, നിങ്ങളെല്ലാവരുമാണ്. യു ആർ ഓൾ, നിങ്ങളെല്ലാവരുമാണ്. ദാറ്റ് എന്താ? ഐ ക്യാൻ കോൾ മൈ ഓൺ, എൻ്റെ സ്വന്തം എന്ന് പറയാവുന്നത്, എൻ്റെ സ്വന്തം എന്ന് വിളിക്കാവുന്നത് എനിക്ക് നിങ്ങളാണെന്ന് പറയുന്നത് അല്ലേ. എനിക്ക് എൻ്റേതെന്ന് പറയാവുന്നത് നിങ്ങളാണെന്ന് പറയുകയാണല്ലേ. കവിത ഇഷ്ടമായില്ലേ? ഇഷ്ടമായാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പോയിറ്റിനെ കുറിച്ചൊന്ന് പറയാം അല്ലേ. ഈ പോയം എഴുതിയിട്ടുള്ളത് മായ ആഞ്ചലോ എന്നുള്ള ഒരു അമേരിക്കൻ പോയറ്റാണ് അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് മായ ആഞ്ചലോ. ഇവിടെ 1928 മുതൽ 2014 വരെയാണ് അവരുടെ ജീവിതകാലം. ആയിരുന്നു ആൻ അമേരിക്കൻ ഓതർ. അമേരിക്കൻ ഓതർ എന്ന് വെച്ചാൽ കർത്താവിലെ പുസ്തകങ്ങളുടെയൊക്കെ ഓതർ, ഗ്രന്ഥകർത്താവ്. പിന്നെ പോയറ്റ്, അത് കവിയത്രിയാണ്. പിന്നെ ഡാൻസർ എന്ന് വെച്ചാൽ അറിയാലോ, ഡാൻസറാണ്. പിന്നെ ആക്ട്രസ് എന്ന് വെച്ചാൽ അഭിനേത്രിയാണ്, അഭിനയിക്കുന്ന ആളാണ്. ആൻഡ് സിംഗർ, പാട്ട് പാടുന്നയാളാണ്. വിവിധ തലങ്ങളിൽ പ്രതിഭയുള്ള ആളാണ് അല്ലേ. ഷീ ഈസ് ദ ബെസ്റ്റ് നോൺ ഫോർ, അവൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സീരീസ് ഓഫ് 7 ഓട്ടോബയോഗ്രാഫീസ്, അതായത് പരമ്പര 7, അവളുടെ ബയോഗ്രഫിയുടെ 7 പരമ്പരകളുടെ, അവളുടെ ഓട്ടോബയോഗ്രഫി അത് 7 പരമ്പരകളായിട്ടാണ്. അതിൻ്റെ ഓതറാണ്. അങ്ങനെയാണ് അവൾ അറിയപ്പെടുന്നത്. വിച്ച് ഫോക്കസ് ഓൺ, അത് ഫോക്കസ് ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഹെർ
അവളുടെ ചൈൽഡ്ഹുഡ് എന്ന് വെച്ചാൽ ചെറുപ്പം, പിന്നെ ഏർലി അഡൾട്ട് എക്സ്പീരിയൻസ്. ഏർലി എന്ന് വെച്ചാൽ അഡൾട്ട് എന്ന് വെച്ചാൽ മുതിർന്നവരാണ്, ഏർലി അഡൾട്ട് എന്ന് വെച്ചാൽ അതിലും തൊട്ട് മുന്നുള്ള ആ പ്രായമൊക്കെ അല്ലേ, പിന്നെ കൗമാരൊക്കെ പ്രായത്തിൻ്റെ ആ ടൈമിലുള്ള എക്സ്പീരിയൻസാണ് അവളുടെ ഈ 7 പരമ്പരകളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത്. പിന്നെ ആദ്യത്തെ പരമ്പര എന്താണ്? ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിംഗ്. എനിക്കറിയാം വൈ, എന്തുകൊണ്ടാണ്. ദ കേജ്ഡ് ബേർഡ് എന്താണ്? കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി. സിങ്സ്, എന്തുകൊണ്ടാണ് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി പാടുന്നതെന്ന് എനിക്കറിയാം. അതാണ് അവിടെ ആ ബയോഗ്രഫിയുടെ ഫസ്റ്റ് പരമ്പര. അത് ടെൽസ് ഓഫ് ഹെർ ലൈഫ് അപ് ടു ദ ഏജ് ഓഫ് 17 ആൻഡ് ഇറ്റ് ബ്രോട്ട് ഹെർ ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ ഓഫ് എക്ലൈം എന്നല്ലേ. എന്ന് വെച്ചാൽ ആ കഥ പറയുന്നത് എന്താണ്? വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് സിങ്സ് എന്നുള്ള ആ പരമ്പര എന്താണ് പറയുന്നത്? ബയോഗ്രഫിയുടെ ഫസ്റ്റ് പരമ്പര എന്താണ് പറയുന്നത്? ടെൽസ് പറയുന്നു ഹെർ ലൈഫ്, അവളുടെ ജീവിതമാണ് പറയുന്നത്. അപ് ടു, അത് ഏതുവരെയുള്ളത്? ദ ഏജ് ഓഫ് 17 വയസ്സ് വരെയുള്ള അവളുടെ ജീവിതകഥയാണ് പറയുന്നത്. അത് ബ്രോട്ട് ഹെർ, അവളെ കൊണ്ടുവന്നു. എങ്ങനെ? ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ അല്ലേ, അവളെ ആ ആൾക്കാർ തിരിച്ചറിയുന്നതിലേക്ക്, ഒരുപാട് ആളുകൾ ഇൻ്റർനാഷണൽ അവരെ ആ നാട് തിരിച്ചറിയുന്ന അതിലേക്ക് കൊണ്ടുവന്നത് ഈ ഫസ്റ്റ് പരമ്പരയാണെന്ന് പറയുകയാണല്ലേ. അതാണ് പോയം. അപ്പോൾ ഇനി പോയം ഇഷ്ടമായില്ലേ? അപ്പോൾ ഇനി അടുത്തതിൽ കാണാം.